കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രൊമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ഉണ്ണിമോളെ കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ വേണ്ടി ഗിരിദേവനും വാവയും കൂടി ഓരോരോ കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ ബ്രഹ്മരക്ഷസിനെ എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തണം, നഷ്ടപ്പെട്ടു പോയ തമ്പുരുവിന്റെ ശബ്ദം വീണ്ടെടുക്കണം. ഇതിനു വേണ്ടിയാണെങ്കിലും ഉണ്ണിമോളും പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്പിലും വില്ലിനും ഒക്കെ അടുക്കാതെ ബ്രഹ്മരക്ഷസാണെങ്കിലോ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഉണ്ണിമോൾക്ക് അറിയില്ല കേട്ടോ, ഇത് ബ്രഹ്മരക്ഷസാണെന്നും അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനാണ് താൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഉണ്ണിമോൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഗിരിദേവൻ ഉണ്ണിമോളെ കൊണ്ട് ഉണ്ടാക്കിച്ച ആ ഒരു പാൽപായസം അത് രക്ഷസിന് നൽകാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കിനും ഉണ്ണിമോളാണെങ്കിലോ, അപ്പൂപ്പ ഈ പായസം അപ്പൂപ്പൻ കുടിക്കുന്നില്ലേ, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പായസമാണ്, അതും അപ്പൂപ്പന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൂപ്പൻ ഈ വീട്ടിലുണ്ടായിട്ട് ആരും അപ്പൂപ്പനെ വേണ്ട വിധം ഗൗനിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ കൈവച്ച് ഉണ്ടാക്കിയ പാൽപ്പായസമാണ്, അപ്പൂപ്പൻ ഇത് കഴിക്കുമോയെന്ന് ചോദിച്ച് നിർബന്ധിക്കുന്ന സമയത്ത് രക്ഷസ് എന്ത് ചെയ്താൽ ആ പാൽപ്പായസം സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ ഉണ്ണിമോള് വലിയ നിരാശയിലും സങ്കടത്തിലും ഒക്കെ ആയി. ഇനി എന്ത് ചെയ്യും, താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാൽപ്പായസം അപ്പൂപ്പന് വേണ്ടെന്ന് പറയുകയാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗിരിദേവാന്ന് വിചാരിച്ച് ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും ഗിരിദേവനും അതുപോലെ തന്നെ നമ്മുടെ വാവയും കൂടി ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. അപ്പൂപ്പൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുവാണല്ലോ. അങ്ങനെ അപ്പൂപ്പനാണെങ്കിൽ ഇതാ അപ്പുറം ഇരിക്കുന്ന ആ ഒരു കിണ്ടി, അതിലിരിക്കുന്ന വെള്ളം അപ്പൂപ്പന്റെ ദേഹത്ത് വീണാലോ എന്ന് വിചാരിച്ച് നമ്മുടെ ഉണ്ണിമോൾ ആ കിണ്ടി എടുത്ത് മാറ്റുന്ന സമയത്ത് പുള്ളിക്കാരന്റെ കാൽപാദങ്ങളിലേക്ക് വെള്ളം വീഴുകയാണ്. അങ്ങനെ ആ കാല് കഴുകുന്നതായിട്ടാണ് പുള്ളിക്കാരൻ. അത് നമ്മൾ നിവേദ്യമൊക്കെ കൊടുക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ ഭഗവാന്മാര് സ്വീകരിക്കുന്നത്, ആ ഒരു രീതിയിലാണ്. അപ്പം കാലിൽ വെള്ളം വീഴുന്ന സമയത്ത് കാൽപാദം കഴുകിയതായിട്ടും ഉണ്ണിമോളും അയ്യോ അപ്പൂപ്പന്റെ കാലിൽ വെള്ളം വീണു എന്നും പറഞ്ഞ് കാലൊക്കെ പതിയെ ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും ഉണ്ണിമോളുടെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ചിരിയും സ്വഭാവവും ഒക്കെ ബ്രഹ്മരക്ഷസിന് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ രക്ഷസ് നമ്മുടെ ഉണ്ണിമോളുടെ അടുത്ത് പ്രീതിപ്പെടുമ്പം ഉണ്ണിമോളുടെ കയ്യിൽ തന്നെ ഒരു പുഷ്പം ഉണ്ടായിരുന്നു, ആ പൂവും അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ കാൽപാദത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പം ഒരു പൂജ കഴിഞ്ഞ എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. അന്നത്തെ ദിവസം പൗർണമി ദിവസം ആയതുകൊണ്ട് തന്നെ ബ്രഹ്മരക്ഷസിനെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിലവിൽ തമ്പുരു അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഗിരിദേവനും വാവയും ഒക്കെ ഇത്രയധികം കഷ്ടപ്പെടുന്നത്. അപ്പം ദേവിയുടെ അന്നപൂർണേശ്വരി ദേവിയുടെ കുറിയൊക്കെ തൊട്ടത് കൊണ്ടാണ് ഉണ്ണിമോൾക്ക് വേറെ രീതിയിലൊന്നും ബ്രഹ്മരക്ഷസിനിൽ നിന്നും ഒരു ഉപദ്രവവും ഉണ്ടാകാതിരിക്കുന്നത്. അങ്ങനെ രക്ഷസിനിതാ ഉണ്ണിമോളുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവമൊക്കെ ഇഷ്ടപ്പെട്ട കൊണ്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഉണ്ണിമോള് ഉണ്ടാക്കി കൊണ്ടുവന്ന പായസം അതെനിക്ക് തന്നോളൂ, ഞാൻ കഴിച്ചോളാന്ന് പറയുമ്പം മുത്തശ്ശൻ പായസം കഴിക്കാന്ന് പറയുകയാണോ, എനിക്ക് സന്തോഷമായി, ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് മുത്തശ്ശ, എനിക്ക് വളരെയധികം സന്തോഷമായി, ദാ മുത്തശ്ശൻ കുടിച്ചോളൂ എന്നും പറഞ്ഞ് മുത്തശ്ശന്റെ കയ്യിലേക്ക് ആ ഒരു പായസം കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ അത് കുടിക്കുന്ന സമയത്ത് വളരെയധികം രുചിയുള്ളൊരു പായസം തന്നെയാണ്. എന്തായാലും കൈപ്പുണ്യമുള്ളൊരു കുഞ്ഞ് തന്നെയാണ്. അത് മാത്രമല്ല ദൈവിക ചൈതന്യവും ഒക്കെ ഇവളുടെ അടുത്ത് കാണുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ നമ്മുടെ ഉണ്ണിമോളുമായിട്ട് അങ്ങ് കൂട്ടാകുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലും സുഗന്ധി ഓരോരുത്തരുടെ ഓരോ സാധനങ്ങൾ എങ്ങനെയൊക്കെ അടിച്ചു മാറ്റാം അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. നമ്മുടെ രാജീവന്റെ ബാഗിലിരുന്ന ക്യാഷും ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തിരിമറികളൊക്കെ ഇവൾ ഈ തറവാട്ടിൽ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഉണ്ണിമോളും മുത്തശ്ശനും കൂടി സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉണ്ണിമോളോട് മുത്തശ്ശൻ പറയുക, വാ നമുക്ക് ആ തേവാരപ്പുരയിൽ പോവാം, അവിടെ നിറച്ച് വിളക്ക് കത്തിക്കണം. അവിടെ പണ്ട് കാലത്ത് ഈ തറവാട്ടിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവരുടേതായിട്ടുള്ള സാധനങ്ങളും പൂജാദ്രവ്യങ്ങളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നത് ഈ മുറിയിലായിരുന്നു. ആ മുറിയിൽ വിളക്ക് കത്തിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അയ്യോ മുത്തശ്ശ അങ്ങോട്ട് കയറാൻ പാടില്ലല്ലോ, ഇവിടെ നിൽക്കുന്ന സുഗന്ധി ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആ റൂമിൽ കയറി കഴിഞ്ഞാലേ ബ്രഹ്മരക്ഷസ് പിടിക്കൂന്ന്, അതുകൊണ്ട് ആ റൂമിൽ കയറണ്ട മുത്തശ്ശ, എനിക്ക് പേടിയാണ്, എൻ്റെ കൂട്ടുകാരും ഒക്കെ അവർക്കും ഒക്കെ പേടിയാണ്. ഒരിക്കൽ തമ്പുരു ഈ മുറിയിൽ കയറിയതാണ്, തമ്പുരുവിന് അങ്ങനെ വലിയൊരു അപകടമൊക്കെ സംഭവിച്ചത്, അവളിപ്പോ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ ഉണ്ണിമോൾ ഇങ്ങനെ രക്ഷസിന്റെ അടുത്ത് പറയുമ്പം രക്ഷസ് പറയുന്നുണ്ട്, ഉണ്ണിമോളെ നിന്നെ വിളിക്കുന്നത് ഞാനല്ലേ, മുത്തശ്ശൻ വിളിച്ചു കഴിഞ്ഞാൽ മോള് വരില്ലേ എന്ന് ചോദിക്കുമ്പം ഉണ്ണിമോളാണെങ്കിലോ
മുത്തശ്ശന് ഉള്ളത് കൊണ്ട് ഞാൻ വരാം എന്നും പറഞ്ഞ് ഉണ്ണിമോള് മുത്തശ്ശന്റെ പിന്നാലെ പോകുമ്പോൾ ഗിരിദേവനും വാവയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അവരുദ്ദേശിച്ച കാര്യം തന്നെയാണ് ഇതാ നടക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു റൂമിൽ കയറിയതും അവിടെ മൊത്തത്തിൽ ഇരുട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. വിളക്കും ഇല്ല, വെട്ടോ ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഉണ്ണിമോൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പൊ അവളാണെങ്കിലോ മുത്തശ്ശൻ ഉള്ളത് കൊണ്ട് മാത്രം മുത്തശ്ശന്റെ ധൈര്യത്തിന്റെ പുറത്ത് മാത്രമാണ് ഉണ്ണിമോൾ ആ ഒരു റൂമിൽ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ ഇവര് വിളക്കുകളെല്ലാം കത്തിച്ചു വെച്ചു. ആ സമയത്ത് സുഗന്ധി അങ്ങോട്ട് വന്നതും തേവാരപ്പുര തുറന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ടതും സുഗന്ധിയാണെങ്കിൽ വല്ലാണ്ട് ടെൻഷനായി. എന്റെ ദൈവമേ, ഇത് ആരാ ഈ ചതി ചെയ്തത്? ഇതിനകത്ത് ഇത് ആരാ കയറിയത്? ഇനി വല്ല കള്ളന്മാരും കയറിയതാണോ? ഒരിക്കൽ ആ സാറും ആ മേഡവും എല്ലാരും കൂടി കയറിയതിന്റെ പരിണിത ഫലമാണ് അവരുടെ കുഞ്ഞുമൊക്കെ അനുഭവിച്ചത്. ഇനിയിപ്പം അടുത്തത് എന്താണാവോ വരാൻ പോകുന്നതെന്ന് ഓർത്ത് ഇവൾ അങ്ങോട്ട് ചെല്ലുമ്പം കാണുന്ന കാഴ്ച നമ്മുടെ ഉണ്ണിമോൾ അതിനകത്ത് നിൽക്കുന്നതാണ്. പക്ഷെ ഉണ്ണിമോളെ മാത്രമേ സുഗന്ധി കാണുന്നുള്ളൂ. അവിടെ നിൽക്കുന്ന രക്ഷസിനെ കാണുന്നേയില്ല. അപ്പം ഉണ്ണിമോളോട് ചോദിക്കുന്നുണ്ട്, എടി കൊച്ചെ, നീ ഇതെങ്ങനെ ഇതിനകത്ത് കയറി? നിന്നെ ആരെ ഇതിനകത്ത് കയറ്റിയത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പം അത് ഞാൻ ഈ അപ്പൂപ്പന്റെ കൂടെ വന്നതാണ് എന്നാണ് ഉണ്ണിമോള് പറയുന്നത്. അപ്പൊ ഉണ്ണിമോൾ ഇങ്ങനെ പറയുമ്പം അപ്പൂപ്പനോ? ഏതപ്പൂപ്പൻ? ഞങ്ങളാരും അറിയാത്ത ഏതപ്പൂപ്പനാടി ഇവിടെ ഉള്ളതെന്നും ചോദിച്ച് സുഗന്ധി ഒച്ചപ്പാടുണ്ടാക്കുമ്പം സുഗന്ധിയെ രൂക്ഷമായി നോക്കുകയാണ് രക്ഷസ്. എന്തായാലും നമ്മുടെ രവിയും അവരുടെ കുടുംബവും എല്ലാം നമ്മുടെ തമ്പുരു ഉൾപ്പെടെ ആ തേവാരപ്പുരയിൽ കയറാനുള്ള കാരണക്കാരി ഇവളാണല്ലോ. ഇവളാണ് ഈ ഒരു ചതി ചെയ്തത്. അവൾ ആ ചതി ചെയ്തതിന്റെ ഫലം അനുഭവിക്കുന്നത് തമ്പുരു തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരനും മനസ്സിലായിട്ടുണ്ടാകണം. അങ്ങനെ രൂക്ഷമായി സുഗന്ധിയെ നോക്കുന്ന രക്ഷസിനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും ഇനി സുഗന്ധിക്ക് നല്ല മുട്ടാൻ പണി തന്നെ രക്ഷസ് കൊടുത്തോളും. അതുപോലെ തന്നെ തമ്പുരുവിന് നഷ്ടപ്പെട്ടു പോയ സ്വരം അത് തിരികെ ലഭിച്ച് ഭഗവാന്റെ തിരുവാഭരണങ്ങളും ഭഗവാന് തന്നെ ലഭിക്കും എന്നൊക്കെ കാണിക്കുന്ന നല്ലൊരു വിശേഷങ്ങളാണ് ഇനി വരുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്